വഖഫ് ഭേദഗതി ബിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമെന്ന് കെ രാധാകൃഷ്ണൻ എം പി. മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തെ ഒറ്റക്കെട്ടായി നാട് എതിർക്കണമെന്നും ബില്ലിന്മേലുള്ള ചർച്ചയിൽ കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു. ഇടതുപക്ഷ നിലപാട് വ്യക്തമാക്കാൻ മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ നിന്നും കെ രാധാകൃഷ്ണൻ എം പി ലോക്സഭയിൽ എത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബിൽ അവതരണ വേളയിൽ പോലും സഭയിൽ എത്തിയിരുന്നില്ല. മുസ്ലിം ജനവിഭാഗം നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കളാണ് എന്ന് മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ കൊണ്ട് ചിന്തിപ്പിക്കണം. അങ്ങനെ വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രം ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ലിനെ പ്രധാനമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എതിർക്കാൻ കാരണം. വഖഫ് ഭേദഗതി ബില്ലിലെ RSS അജണ്ട തുറന്നുകാട്ടുന്നതായിരുന്നു കെ രാധാകൃഷ്ണൻ എം പിയുടെ ബില്ലിന്മേലുള്ള ചർച്ച. ന്യൂനപക്ഷങ്ങളെ സഹായിക്കണമെന്ന ഉദ്ദേശം ഈ സർക്കാരിനുണ്ടെങ്കിൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കാനുള്ള നടപടിയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു. മറ്റു സമുദായങ്ങളോട് ഇതേ സമീപനം കേന്ദ്രം കാണിക്കുമോ എന്ന് ചോദിച്ച എം പി കേരളത്തിൽ 1987 ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവവും ഓർമ്മിപ്പിച്ചു. ഒരിക്കൽ ഒരു ദേവസ്വം ബോർഡിലെ മെമ്പറുടെ പേര് ഒരു ക്രിസ്ത്യൻ പേരുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ക്രിസ്ത്യൻ പേര് വന്നതിന്റെ പേരിലാണ് അത് ക്രിസ്ത്യാനിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വലിയ കലാപം നമ്മുടെ കേരളത്തിലുണ്ടായി. മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ഈ ശ്രമത്തിനെതിരായിക്കൊണ്ട് നമ്മുടെ നാട് ആകെ ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. കെ രാധാകൃഷ്ണൻ എം പിയുടെ പ്രസ്താവനയിൽ ക്ഷുഭിതനായ സുരേഷ് ഗോപി കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടലിൽ പതിക്കുമെന്ന് പ്രതികരിച്ചു. These people in the Assembly of Kerala have passed a resolution. After the Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. You just wait for this episode. It is happening. The people of Kerala. Okay. Sir, thank you. I cannot yield. മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ നിന്നുമാണ് വഖഫ് ബില്ലിന്മേലുള്ള ഇടതുപക്ഷ നിലപാട് വ്യക്തമാക്കാൻ കെ രാധാകൃഷ്ണൻ എം പി എത്തിയത്. എന്നാൽ ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു വഖഫ് ബിൽ അവതരിപ്പിക്കുമ്പോൾ ദില്ലിയിലുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ എത്തിയിരുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയായതിനു പിന്നാലെ 2 മണിക്കൂർ കഴിഞ്ഞാണ് രാഹുൽ എത്തിയത്. മുസ്ലിം വിഭാഗത്തെ ബാധിക്കുന്ന സുപ്രധാനമായ ബില്ലിന്മേൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുക്കുകയോ ഒരു വാക്കുപോലും പറയുകയോ ചെയ്തില്ലെന്നതും കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് കൂടി വ്യക്തമാക്കുന്നതായി മാറി. കൈരളി ന്യൂസ്, ദില്ലി.